എന്താ പ്രശ്നം? പേര് ചാണ്ടി. ഗോപു. കറിയാച്ചാക്ക്. വയസ്സോ? 21. 20. 21. അച്ഛൻ്റെ പേര്? PS തോമസ്. രാധാകൃഷ്ണൻ. ചാക്കോ തോട്ടുങ്കൽ. ജോലി? പഠിക്കുക. പഠിക്കല്ലേ? ജോലിയോ? അതല്ല, അച്ഛൻ്റെ ജോലിയാണ് ചോദിച്ചു. ഓ, ബിസിനസ്. എഞ്ചിനീയർ. ബാങ്കിലാ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിക്കുക. ബിടെക്. ബിടെക് 3rd ഇയർ. പഠിക്കുക. എവിടെ താമസം? കോളേജിനടുത്ത് ചാണ്ടിയുടെ ആൻറ്റിയുടെ വീടുണ്ട്. അവരൊക്കെ ദുബായിലാ. കോളേജിൻ്റെ അടുത്ത് എൻ്റെ ആൻറ്റിയുടെ വീട്ടില. ഹോബീസ്? സിനിമ മാക്സിമം കാണും. ചെറുതായി സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. സിനിമ. നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്? ഇതാണ് ഈ പടത്തിനകത്ത് എൻ്റെ ഡയറക്ടർ ഇട്ടിരിക്കുന്ന പേര്. എന്നോട് പറയാൻ പറഞ്ഞത് മാത്രം പറഞ്ഞാൽ മതി, കൈ നിടണ്ട. സോറി. ഇവരാണ് നമ്മുടെ പയ്യൻ ഗോപു. ആ കട്ടിലേക്ക് കിടക്കുന്നത് ഞാനാ, ചാണ്ടി. ഇത് നമ്മുടെ പുജി സ്കറിയ. നമ്മുടെ പടത്തിന് ഇൻട്രൊഡക്ഷനിക്ക് ഇത്ര പെട്ടെന്നായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നേരെ കഥയിലേക്ക് കാണാം. ഞങ്ങൾ 3 പേരും മധ്യ കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. സിനിമാ പ്രാന്തുള്ള 3 വിദ്യാർത്ഥികൾ. ഞങ്ങൾ 3 പേരും ക്ലാസ്സിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കും. പക്ഷെ പഠന കാര്യത്തിനൊക്കെ അങ്ങ് പുറയില്ല. പക്ഷെ കലാപരമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും മുന്നിലാണ്. ഗോപു അത്യാവശ്യം നന്നായിട്ട് എഴുതും ഈ സ്ക്രിപ്റ്റൊക്കെ. കറിയൊക്കെയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡയറക്ഷൻ സ്കിൽസും ഉണ്ട്. പക്ഷെ എനിക്ക് ഈ ആക്ടിങ്ങിനോടാണ് താല്പര്യം. എല്ലാ പിള്ളേരെ പോലെ ഞങ്ങൾ കുറേ സിനിമാ ഡയലോഗ് കാണാതെ പഠിച്ചിട്ട് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലാം അങ്ങ് കാച്ചിക്കളയും. കലങ്ങിയില്ല. വൃത്തിയോട് കാണിക്കാറാ. ഇന്നെന്താ പരിപാടി? ഇന്നോ? എന്നും. ഞങ്ങളുടെ ഈ ഒരുക്കവും തിരിയൊന്നും കണ്ട് ആരും പേടിക്കണ്ട. കോളേജിലേക്കൊന്നുമല്ല. ഇന്ന് ലാലേട്ടൻ്റെ ഒരു പുതിയ പടത്തിൻ്റെ റിലീസാണ്. ടിക്കറ്റ് കിട്ടുമോ ആവോ? എന്താ കോളേജിലേക്കുള്ള ഒരുക്കൊന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മുടെ കഥാനായകൻ നടന്നു വരുന്നത് ആ വഴിയിലൂടെയാണ്. അപ്പൊ ഫുള്ള് പുക അടിച്ചേക്കണം. ആർക്കൊരു വസ്തു കാണരുത്. അവർക്ക് ചേഞ്ച് വേണം, അത്ര ചേഞ്ച്. നമ്മുടെ കോളേജിലെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്ന മാസം 8-നോ 10-നോ മറ്റാ. നീ ഒരു കിഡ് സ്ക്രിപ്റ്റ് ചെയ്യണം. നിന്റെ സ്ക്രിപ്റ്റും യവൻ്റെ ഡയറക്ഷനും പിന്നെ എൻ്റെ ആക്ടിങ് കൂടെ ആകുമ്പം നമ്മൾ ഈ പടം കലക്കും.
കഴിഞ്ഞ വർഷം നീ ഉറക്കളച്ച് എഴുതിയ സ്ക്രിപ്റ്റ് കൊണ്ട് സീനിയേഴ്സിന് കൊടുത്തു. അവന്മാരത് കോളാക്കി. നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റില്ല. അവൻ്റെ സ്ക്രിപ്റ്റും എൻ്റെ ഡയറക്ഷനും ഓക്കെ, പക്ഷേ നിന്റെ അഭിനയം സിനിമാ നടന്മാർക്ക് ആരെങ്കിലും ചാണ്ടിന്ന് പേരിടൂടാ. അങ്ങനെ പറയരുത്. തിലകൻ, നെടുമുടി, മമ്മൂട്ടി ഇവർക്കൊക്കെ അഭിനയിച്ച് സ്റ്റാറാകാം. പിന്നെ ഈ ചാണ്ടിക്ക് എന്തുകൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ആയിക്കൂടാ? ഒരു മിനിറ്റ്. ഹലോ, ആ പറയടാ. കുഴപ്പമില്ല. അളിയ പണി പാളി. ആരാടാ വിളിച്ചത്? ആ സാബുമോനാ വിളിച്ചത്. അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ലെന്ന്. ഇനി ഏതാണ്ട് 3000 രൂപ കൊണ്ട് ഫൈൻ അടയ്ക്കണം. നമ്മളിപ്പോൾ ഇത് എവിടെ നിന്ന് പോയി ഉണ്ടാക്കും? ഇതിനെയാണ് സോഷ്യൽ സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കുറ്റവാളികൾ ഉണ്ടാവുന്നത്. ഒന്ന് പോടാ. ഗോപു, നീ തളരരുത്. എന്നാണെങ്കിലും നമ്മളിതൊക്കെ പ്രതീക്ഷിച്ച. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ പിന്നാലെ വരുന്ന 1000 യുവാക്കളുണ്ട്. നമ്മളിപ്പോൾ തളർന്ന നാളെ അവരും തളരും. എന്നാലും 3000 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു 5-6 ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലടാ. ഒന്ന് പോടാ അവിടെ നിന്ന്. ഇനി ഒരു ഒറ്റ രക്ഷയുള്ളൂ. രക്ഷ എനിക്കുള്ള പണിയായിട്ടായിരുന്നു അവന്മാരുടെ ആ വരവ്. 3000 രൂപയാണ്. ആ, ഇനി ഒരാള് വിചാരിച്ചാലേ നമ്മൾ രക്ഷിക്കാൻ പറ്റൂ. അതാര്? തോമസ്, PS തോമസ്, നിന്റെ അപ്പന്. എന്റെ അപ്പനോ? പെട്ടെന്ന് ഇത്ര കാശുണ്ടാക്കാൻ പിന്നെ നമ്മുടെ കൂട്ടത്തില് സ്കൂളിലും കോളേജിലും ഒന്നും പോവാത്ത അപ്പൻ നിന്റെ അപ്പം മാത്രല്ലേ ഉള്ളൂ. നേരാ തിരുമേനി. ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. പറ്റിച്ച് കാശുണ്ടാക്കണമെന്ന് ആഗ്രഹമായി ചെന്നത് അപ്പൻ സിംഹത്തിന്റെ മടയിലേക്ക്. കർത്താവേ, കാത്തോണേ. ഒരു നമ്പർ ഇട്ട് നോക്കാം. എന്താ ചെയ്യുക? കഷ്ടമായിപ്പോയി. എന്തോ ഇല്ലടാ. ഓ, ഒന്നുമില്ലപ്പ. വെറുതെ എന്തിനാ ഇനി അതൊക്കെ പറഞ്ഞ് അപ്പനെയും കൂടെ ടെൻഷൻ എടുപ്പിക്കുന്നത്? നിനക്ക് കാശുമല്ല ആവശ്യമുള്ളൂ. കുറച്ച് ഓടിച്ചൊന്നും വിടണ്ട, എല്ലാരും കേക്കട്ടെ. അങ്ങനെ കാശിന്റെ വല്ല കാര്യമാണെങ്കിൽ നീ ഇപ്പൊ തന്നെ പെട്ടിയെടുത്ത് കോളേജിലേക്ക് പോകണം. എന്റെ കയ്യിൽ 10 പൈസ ഇല്ല. കഴിഞ്ഞ മാസം 12,000 രൂപയാണ് നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടത്. ശരിയാ പാപ്പ പറഞ്ഞത്. പക്ഷെ എനിക്കിപ്പോ ഒരു 3000 രൂപയുടെ ആവശ്യമുണ്ട്. എനിക്ക് വേണ്ടിയല്ല, ഞാൻ ധാരാളിയാ, സമ്മതിച്ചു. ഇതൊന്ന് കേൾക്കണം. പാപ്പയ്ക്ക് അറിയത്തില്ലേ സ്കറിയെ? ഞങ്ങളെപ്പോലൊന്നുമല്ല. ബാച്ചില് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് അവളാണ്. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ അവൻ എഴുതി പഠിക്കും. ലൈബ്രറിയിൽ നിന്നൊക്കെ കുറെ റെഫറൻസ് ബുക്ക് എടുത്ത് വായിച്ച് പഠിക്കും. ചെറിയ കാര്യം മതി, പെട്ടെന്ന് മനസ്സ് വിഷമിക്കും. ശുദ്ധനാ, അതുകൊണ്ടാ. നമ്മളൊരു 5-6 ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലടാ. അത് മാത്രമല്ല പാപ്പ, നല്ല ദൈവവിശ്വാസിയാ. അങ്ങനെ ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ
പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, പൂനെയിലെ ഒരു കോളേജിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചു എംടെക്കിന്. അവരുടെ വിളി വരാത്തപ്പം അവൻ്റെ മനസ്സ് കുറേ വിഷമിച്ച് അവന് പനി പിടിച്ചു. അങ്ങനെ അവൻ്റെ കുറേ അറ്റൻഡൻസ് പോയി. ഇപ്പോൾ അവന് പരീക്ഷ എഴുതാൻ പറ്റത്തില്ലെന്ന ആ കള്ള യൂണിവേഴ്സിറ്റി പറയുന്നത്. ഇത്രയും കാശടച്ചാലേ അവന് എഴുതാൻ പറ്റത്തുള്ളൂ. അവന് ഈ പരീക്ഷകൾ എഴുതാൻ പറ്റിയില്ല, ഉറപ്പായിട്ടും വല്ല ആത്മഹത്യയും ചെയ്യും. അതിനു വേണ്ടിയാ ഈ കാശ്. വിഷമിക്കണ്ട, കാശ് ഞാൻ തരാം. എല്ലാ കഥയ്ക്കും ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ. ഇതാണ് ഈ കഥയുടെ ട്വിസ്റ്റ്. ഒരു ദിവസം പെട്ടെന്ന് ഗോപുനെ കോളേജിൽ നിന്ന് കാണാതായി. ഞങ്ങൾ കുറേ തപ്പി നടന്നു. ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്ന് ഞങ്ങൾ കണ്ടത് നീ ഇതെവിടെ ആയിരുന്നടാ? നിന്നെ എവിടെല്ലാം തിരക്കി? നിനക്കത് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ പട്ടി? എന്താടാ നീ കരയുന്നേ? എന്താ കാര്യം? ഒന്ന് വെറുതെ വിടറാ. എന്ത് പറ്റിയടാ? എന്താടാ കാര്യം? അത് ശ്രുതി. ഓഫ്, നോട്ട് അഗെയിൻ. പിന്നെയും പോവാൻ പറയടാ. കഴിഞ്ഞ 2 തവണ അവള് പോയിട്ടും പിന്നെയും സോറി പറഞ്ഞു വന്നതല്ലേ. ഇത്തവണ അവള് വന്നോളൂ. നീ വിട്ടുകളാ. ഇതതുപോലെയല്ലടാ. ഐ തിങ്ക് ദിസ് ടൈം ഇറ്റ്സ് സീരിയസ്. എനിക്ക് തോന്നുന്നത് ഷി ബ്ലോക്ക് മൈ നമ്പർ. ഞാൻ പിന്നെ ഒറ്റയ്ക്കായിടാ. ഗോപു ആളിത്തിരി സെൻഡ് ചെയ്യുക, പ്രത്യേകിച്ച് ശ്രുതിയുടെ കാര്യത്തിൽ. എടാ, നമ്മുടെ ഷോർട്ട് ഫിലിം എടുക്കണ്ടേ? ഇനി അധികം ദിവസമില്ലല്ലോ. നീ എഴുതി തീർത്തോ സ്ക്രിപ്റ്റ്? ഓ, അന്ന് നടക്കില്ലടാ. ഞാനില്ല, ഞാൻ എഴുതില്ല. നീ എഴുതി തുടങ്ങിയത് എവിടെ? ആദ്യം ഞാൻ കത്തിച്ചു കളഞ്ഞു. അവളെ ലാസ്റ്റ് മെസ്സേജ് ഇട്ട ദിവസം. പല രാത്രികളും അവൻ ഉറക്കമില്ലാത്ത രാത്രികൾ. നീ എന്ത് ചെയ്യുക? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ലടാ, ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്കടാ, പോയി കിടന്ന് ഉറങ്ങടാ.
എങ്ങോട്ടാടാ? ഡാ ശ്രീനാഥ് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഡാ എഴുന്നേക്കടാ, പാടം തുടങ്ങാറായി. ഓ ഞാനില്ലടാ, മടുപ്പാ. ഈ പ്രേമനൈരാശ്യം വന്നാൽ ഇതാ കുഴപ്പം. കംപ്ലീറ്റ് ഒരു മടുപ്പ. മടുപ്പാ 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 മടുപ്പാ. ഓ മടുപ്പാ. ഓ ഞാനില്ല, മടുപ്പാ. അവനത് പറഞ്ഞു തീരും മുമ്പേ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു അവനെ ഒരു നല്ല കൗൺസിലറെ കാണിക്കണമെന്ന്. അതിന് പറ്റിയ ആള് സ്കറിയുടെ കയ്യിലുണ്ടായിരുന്നു. എന്താ പ്രശ്നം? നീ ഒരു കിഡ് സ്ക്രിപ്റ്റ് ചെയ്യണം. തിലകൻ, നെടുമുടി, മമ്മൂട്ടി ഇവർക്കൊക്കെ അഭിനയിച്ച സ്റ്റാറുകൾ. നിന്നെ എവിടെല്ലാം തിരക്കി? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു സാധാരണ കൗൺസിലറിനോട് സംസാരിക്കാൻ പോകുമ്പോൾ കൗൺസിലർ പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയണമെന്നൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഗോപു, ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. ഇതിനു മുമ്പും ഇങ്ങനെ പലതും നടന്നിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാതെ നടക്കരുത്. നിങ്ങളുടെ 3 പേരുടെയും പാഷൻ സിനിമയല്ലേ? ജസ്റ്റ് ഫോളോ യുവർ പാഷൻ, ബാക്കിയെല്ലാം പുറകെ വന്നുകൊള്ളൂ. പിന്നെ ഐ ഷുഡ് സേ യു ഹാവ് ഗോട്ട് 2 വണ്ടർഫുൾ ഫ്രണ്ട്സ്. ഡോണ്ട് മേക്ക് ദം ടെൻസ്. ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ വല്ലാതെ സ്ട്രെസ് തോന്നുകയാണെങ്കിൽ ഈ ബോളിങ്ങനെ എടുത്ത് ഞെക്കി റിലീസ് ചെയ്ത് ഞെക്കി റിലീസ് ചെയ്ത് അമർത്തി റിലീസ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുക. ഇനി ഗോപു പുറത്ത് പോയിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. ഞാൻ ഇവരോടൊന്ന് സംസാരിക്കാം. സി, ഗോപു ഈസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഇത് പെട്ടെന്നുണ്ടായ ഒരു ലവ് ഫെയിലർ, അതിൽ നിന്നുണ്ടായ ഒരു ടെൻഷൻ, ഒരു സ്ട്രെസ്. ഈ സമയത്ത് ഗോപുവിന് നിങ്ങളാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. പേരൻസിനേക്കാൾ മറ്റാരേക്കാളും ഗോപുവിനെ പഴയ രീതിയിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ കോളേജ് ലൈഫിലും ഇതുപോലെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുറച്ച് ട്രിപ്പിന് പോയി, ഒരുമിച്ച് വായി നോക്കി, സിനിമയ്ക്ക് പോയി, നൈറ്റ് റൈഡ്, പാർട്ടി, അങ്ങനെ 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 എപ്പോഴും ഒന്നിച്ചിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഡോക്ടറിന്റെ ആ ഫ്രണ്ട് എത്ര നാളെടുത്തു ഈ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരാൻ? അത് ജസ്റ്റ് 2-3 വീക്സ്. യുനോ, ഫ്രണ്ട്സിന്റെ എനർജി ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ അന്ന് ഡിപ്രഷനിലായത് എൻ്റെ ഫ്രണ്ടല്ല, ഞാൻ തന്നെയായിരുന്നു. ആക്ച്വലി അതും ലവ് ഫെയിലർ ആയിരുന്നോ? യാ. അതിനുശേഷം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലേ ഡിപ്രഷൻ വന്നിട്ടുള്ളൂ. അവളെ കെട്ടിക്കെട്ടി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇനി കുറച്ച് നാളത്തേക്ക് ഗോപുവിന്റെ ഫ്രണ്ടിൽ വെച്ച് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനെ ഫോൺ ചെയ്യരുത്. അവന് ചിലപ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. അത് കുറച്ച് റിസ്കിയാണ്. സോ ബെറ്റർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. അങ്ങേരത് പറഞ്ഞു തീരുകയും ഞങ്ങളുടെ ഫോൺ ബെല്ലടിച്ചു. ഈ പെൺകുട്ടികൾക്കൊരു ചീഞ്ഞ സ്വഭാവമുണ്ട്. ഏതൊക്കെ സിറ്റുവേഷനിൽ വിളിക്കരുതോ അപ്പോഴൊക്കെ അവർ വിളിച്ചിരിക്കും. ആ ഡോക്ടറെ ചീങ്കണ്ട നോട്ടത്തിൽ 1000 ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ് വലുതെന്ന്. ആഫ്റ്റർ ഓൾ ഇതൊരു 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ആ ഡോക്ടർ പറഞ്ഞ പോലെ ഗോപുവിനെ പഴയ പോലെ ആക്കാനുള്ള ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങളിതുവരെ ഇറങ്ങിയില്ലേ? നീ അവിടെ പോയി കിടക്കുമായിരുന്നു. വാടാ പോവാം. ചാണ്ടിയേ, ഡാ, നിന്റെ ഷഡിങ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നീ വാതില് പൂട്ട്. ഓ, ഈ ആശ വീട്ടിലേക്കില്ല. എന്നെ ഈ അവസ്ഥ കണ്ടാൽ അമ്മ കാര്യം മനസ്സിലാവും. അതിന് നമ്മൾ വീട്ടിലേക്കല്ലല്ലോ. പിന്നെ ചുമ്മാ കറങ്ങാൻ.
പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ട. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് അവളുമാർ ഞങ്ങളെ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഞങ്ങളത് കാര്യമാക്കിയില്ല. ഞങ്ങളത് തുടർച്ചയായിട്ട് കട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ടാണല്ലോ വലുത്. അങ്ങനെ ആ പഴയ ഓജസ്സും തേജസ്സുമുള്ള ഗംഗ അല്ല ഗോപുവിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണെന്ന് തോന്നി. അവൻ വീണ്ടും എഴുതി തുടങ്ങി. പക്ഷേ ഈ കഥയിൽ ട്വിസ്റ്റ് രണ്ട. Gopu, it's me, Shruti. Gopu, I made a mistake. I really missed you. I love you so much, da. കഴിഞ്ഞ 2 തവണയും നീ എന്നോട് ക്ഷമിച്ചു. I made a mistake. Please, I love you, da. വെച്ചിട്ട് പോടി പന്ന പുന്നാറ മോളെ. അവളുമായി നടത്തിയ ആ മധുര സംഭാഷണം ഗോപുവിനൊരു പുത്തൻ ഉണർവായിരുന്നു. എന്തൊരാശ്വാസം. നമ്മുടെ ഷോർട്ട് ഫിലിം കോൺടെസ്റ്റ് എന്നാ? ഓ, അത് ഇനി ക്ലോസ് ആകാൻ 5-6 ദിവസമേ ഉള്ളൂ. ഇത്തവണ അത് നടക്കത്തില്ല.
അതെന്താ നടന്നാല്? സ്ക്രിപ്റ്റ് നീ തീർത്താ? I'm depressed. No chance. A state like depression, it doesn't exist. Especially, we haven't got friends. Really good friends. This is a story of our friendship. Hope you enjoyed it. അങ്ങനെ എല്ലാം ഹാപ്പിയായി എന്നാ ഞങ്ങളും വിചാരിച്ചത്. പക്ഷേ ഈ കഥയ്ക്ക് ട്വിസ്റ്റ് 3. ഹലോ സ്നേഹ. ഹലോ മോളു, എന്തൊക്കെയുണ്ട് വിശേഷം? നീ പറ മോളു. അവനിപ്പോൾ കുഴപ്പമില്ല. എല്ലാം ശരിയായി. അത് പിന്നെ അത് കുറച്ചു ദിവസത്തേക്ക് ഒന്ന് മനസ്സിലാക്ക്. ഈ ഒറ്റ തവണ ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. പ്ലീസ് ഒന്ന് പറയുന്ന മനസ്സിലാക്ക്. വെക്കല്ലേ പ്ലീസ്. പ്ലീസ് വെക്കല്ലേ റീന, വെക്കല്ലേ. ആരായിരുന്നു? റീന. സ്നേഹമായിരുന്നല്ലേ? എന്താ പറഞ്ഞു? ഒന്നുമില്ല. ഇപ്പൊ എന്താ പ്രശ്നം? പഫിനും ഒരു കട്ടൻ കാപ്പിക്കും ഏതറ്റം വരെയും പോകാം. ഒരു ബൈക്ക് റൈഡിനും ഒരു കൂട്ടുകാരനും ഏത് വൻമലയും താണ്ടാം. ഒരു ബീഡി പഫിനും ഒരു കട്ടൻ കാപ്പിക്കും ഏതറ്റം വരെയും പോകാം. ഒരു ബൈക്ക് റൈഡിനും ഒരു കൂട്ടുകാരനും ഏത് വൻമലയും താണ്ടാം. ചങ്ങായി നന്നായാൽ കണ്ണാടി വേണ്ടത് പണ്ടൊരു ചങ്ങായി പറഞ്ഞു. ഈ പാട്ടിൻ താളത്തിൽ ഒരു വട്ടം പ്രാവുകൾ പണ്ടേതോ ദിക്കിൽ ഓളം വെച്ച് പറന്ന് നടന്നു. Sorrows come your way, all the tension and sadness feels your day. Our body's gonna make us feel okay. That's why good friends are there to stay. Six pack bodyയും നല്ലൊരു കൂളിംഗ് ഗ്ലാസും വെച്ചൊരുത്തൻ നടക്കുന്നു, കൂടൊരുത്തൻ നടക്കുന്നു, വെറുതൊരുത്തൻ നടക്കുന്നു. ചെങ്ങായി വാ ഓ ഓളം വെക്കാൻ വാ, ചെങ്ങായി വാ ഓ ഓളം വെക്കാൻ വാ, ചെങ്ങായി വാ ആ വേണമെങ്കിൽ വാ. दिल्ली में कहीं भी जाऊं, कुछ घूरती निगाहें मुझे हमेशा ये बतलाने की कोशिश करती हैं कि मैं उनके भोग का सामान हूं. I was molested in a bus. 2 boys tried to grab me. I felt the fear and helplessness. Delhi police refused to register a complaint and said eve teasing is not a crime.
I should not go to certain places at certain times to avoid such incidents. Inviting directors, musicians, scriptwriters, actors, cinematographers, and all other talent to be a part of our community, Runway Reel, where talent takes off. We help you with all your production needs and expenses. Please send in all your inquiries to takeoff@runwayreel.com. Also follow us on Facebook for further updates at www.facebook.com/runwayreel.